ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വിജയെക്കുറിച്ച് 2 വാക്ക് പറയാനാണ്. നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്, നമ്മുടെ വിജയ് ഇന്ന് മന്ത്രിസ്ഥാനം ഏറ്റിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് കേട്ടോ. ഇന്ന് ഇവിടെ വിജയ് മന്ത്രിസ്ഥാനം ഏറ്റിരിക്കുന്ന ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ്. അപ്പം ഞങ്ങളൊന്നും വിജയ്ക്ക് വോട്ടിട്ടിട്ടില്ല. കാരണം വിജയ് നമ്മൾ കേരളക്കാരാണ്, തമിഴ്നാടാണ് വിജയ് ഇലക്ഷനിൽ നിന്നത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വോട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഉറപ്പായിട്ടും വിജയ്ക്ക് വേണ്ടി അങ്ങ് ഒരുപാട് വോട്ടുകൾ വാരിക്കോരിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ വോട്ട് വിജയ്ക്ക് കിട്ടിക്കഴിഞ്ഞു. കൊച്ചു കുട്ടികൾക്ക് പോലും ഇത്രയും വോട്ട് ചോദിച്ച് വാങ്ങണം എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് വിജയിൽ കൂടി കൊണ്ടുവന്നതാണ്. വിജയുടെ ആ ഒരു സ്നേഹമാണ് കുഞ്ഞു കുട്ടികളുടെ മനസ്സിൽ പോലും ഒരു വോട്ടായാൽ പോലും ചോദിച്ച് വാങ്ങണം വിജയ്ക്ക് വേണ്ടി എന്ന് അവരുടെ മനസ്സിൽ കൊണ്ടുവന്ന അത് വിജയ് തന്നെയാണ്. കാരണം പല സിനിമകളിൽ കൂടിയും പല കോടി ജനങ്ങളുടെ മനസ്സ് കീഴടക്കിയ ഒരാളാണ്. അപ്പോൾ ഈ ഭരണവും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. നിങ്ങളെല്ലാവരെയും ഭരണത്തിൽ കൂടി നിങ്ങൾ വിജയ് ആരാണെന്ന് അറിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. എന്തായാലും ഭരണം സൂപ്പറാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യമെന്ന് പറയുന്നത് വിജയുടെ സംസാരത്തിൽ നിന്ന് ഭരണം സൂപ്പറായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ മുൻഭരണം ഖജനാവ് കാലിയാക്കി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഖജനാവ് കാലിയായാലും ഇല്ലെങ്കിലും വിജയ് എല്ലാം ഒന്നേന്ന് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ നല്ല കോൺഫിഡൻ്റായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്തായാലും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ മന്ത്രിസ്ഥാനം പ്രതിജ്ഞയൊക്കെ ചൊല്ലിക്കയറിയിരിക്കുകയാണ്. ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. പിന്നെ സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. ലഹരി വിരുദ്ധത്തിനെതിരെ ഒപ്പിട്ട് കഴിഞ്ഞു. പിന്നെ തമിഴ്നാടുകളിലെ എല്ലാവർക്കും എല്ലാ വീടുകളിലേക്കും 200 വാട്ട് കറണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞു. അതിനുള്ള സൈൻ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ കുറേ സൈനുകൾ വാഗ്ദാനങ്ങളൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് എടുത്ത് കൊടുക്കുമെന്നൊന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്തായാലും വിജയ് പറഞ്ഞ വാക്കുകൾ അത് ഉറപ്പായിട്ടും പാലിച്ചിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇനി വിജയ് പറഞ്ഞ ഒരു വാക്കുകൂടെ ഉണ്ട് കേട്ടോ. എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തിരിക്കുമെന്നാണ്. അപ്പോൾ കഴിയാത്തത് ചെയ്യില്ലേ എന്നുള്ള ഒരു ചോദ്യം അവിടെ വരികയാണ്. ഇല്ല, അങ്ങനെയൊന്നുമല്ല പറയുന്നത്. നമ്മൾ ഇത്രയും ജനങ്ങൾ വിജയുടെ കൂടെ ഉണ്ടെങ്കിൽ വിജയ് അത് ചെയ്തിരിക്കുമെന്നുള്ളത് അടിച്ചവിടെ സംസാരിക്കുകയാണ്. ഭയങ്കര കോൺഫിഡൻ്റായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും കലക്കി കേട്ടോ ആ സംസാരം, എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. കഷ്ടപ്പാടുകൾ വേദനകളെല്ലാം അറിഞ്ഞ ഒരാളാണ് കേട്ടോ. അപ്പം ഇന്ന് വന്ന് ഭരണമേറ്റ ദിവസം തന്നെ നല്ലൊരു ദിവസമാണ്, മദേഴ്സ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ മദേഴ്സ് ഡേ ആയിട്ട് തന്നെ അമ്മയ്ക്ക് തന്നെ ഒരു സർപ്രൈസാണ്. വിജയുടെ അമ്മയ്ക്ക് ഒരു നല്ലൊരു സർപ്രൈസ് കൊടുത്തിരിക്കുകയാണ്. അതിൽ തന്നെ അവർ ഒരുപാട് അഭിമാനിക്കണം കേട്ടോ. ഇങ്ങനെ ഒരു മകന് ഞാൻ ജന്മം കൊടുത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നുള്ളത് അവരുടെ മുഖത്ത് അത് കാണുന്നുണ്ട്. ഞാനത് കണ്ടു. ഒരുപാട് സന്തോഷമുള്ള ഒരു സ്ത്രീയാണ്. ഒത്തിരി സംസാരിക്കില്ല, എന്നാൽ നല്ലൊരു സ്നേഹമുള്ള സ്ത്രീയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ അമ്മയ്ക്കും ഞാൻ മദേഴ്സ് ഡേ ആശംസിക്കുന്നു. അപ്പം ഒരുപാട് സന്തോഷത്തോടെ വിജയ് മന്ത്രിസ്ഥാനമൊക്കെ ഏറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എവിടെ തുടങ്ങിയോ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളൊരു ഒരു സ്റ്റെപ്പ് ആയിട്ട് മുകളിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങോട്ടായിട്ട് മുകളിലോട്ട് കയറിക്കൊണ്ടേയിരിക്കുക. ഒരു കാരണവശാലും ആരുടെ മുന്നിലും തല കുനിക്കാതെ മുകളിലോട്ട് തന്നെ പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിജയ് ഉറപ്പായിട്ട് അത് തന്നെ ചെയ്തിരിക്കും. ജനങ്ങളോടുകൂടെ തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുള്ളത്. ഇനി മുന്നോട്ട് കണ്ടു തന്നെ നമുക്കറിയണം എന്താണെന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്കും സന്തോഷമായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വിജയെ ജയിപ്പിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക, വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും
കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ അപ്പോൾ ന്യൂസ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സി യു.